ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഒരധ്യായം മാത്രമുള്ള വിശുദ്ധ യൂദായുടെ ലേഖനം 7-ാം വാക്യത്തിൽ വായിക്കുന്നത് ഇപ്രകാരമാണ്: അതുപോലെ സോദോമും ഗോമോറയും ചുറ്റുമുള്ള പട്ടണങ്ങളും അവർക്ക് സമമായി ദുർനടപ്പ് ആചരിച്ച് അന്യജഡം മോഹിച്ച് നടന്നതിനാൽ നിത്യാഗ്നിയുടെ ശിക്ഷാവിധി സഹിച്ചുകൊണ്ട് ദൃഷ്ടാന്തമായി കിടക്കുന്നു. 11-ാം വാക്യത്തിൽ വായിക്കുന്നു: അവർക്ക് അയ്യോ കഷ്ടം! അവർ കയ്യിൻ്റെ വഴിയിൽ നടക്കുകയും കൂലി കൊതിച്ച് ബിലയാമിൻ്റെ വഞ്ചനയിൽ തങ്ങളെ തന്നെ ഏൽപ്പിക്കുകയും കോരഹിൻ്റെ മത്സരത്തിൽ നശിച്ചു പോവുകയും ചെയ്യുന്നു. വിശ്വാസത്തിനു വേണ്ടി പോരാടുക എന്നതാണ് ഈ ലേഖനത്തിലെ പ്രധാന വിഷയം. സഭയിൽ നുഴഞ്ഞു കയറുന്ന ദുരുപദേശത്തിന് എതിരായി ഏറ്റവും ശക്തമായ ഭാഷയിൽ തൻ്റെ തൂലികയാകുന്ന പടവാൾ ചലിപ്പിക്കുകയാണ് യൂദാ ചെയ്യുന്നത്. വിശുദ്ധ പത്രോസിൻ്റെ 2-ാം ലേഖനം 2-ാം അധ്യായത്തിലും ഇത് തന്നെയാണ് പ്രതിപാദ്യ വിഷയം. വിശുദ്ധന്മാർക്ക് ഒരിക്കലായി ഏൽപ്പിക്കപ്പെട്ട വിശ്വാസം അഥവാ സത്യവിശ്വാസം ഒരിക്കലായി എന്നേക്കുമായി ഫലമേൽപ്പിക്കപ്പെട്ടതാകയാൽ യാതൊരു വ്യത്യാസത്തിനും അതിൽ സ്ഥാനമില്ല. ഇതിനുവേണ്ടി പോരാടുവാൻ വിശുദ്ധ യൂദ ആഹ്വാനം ചെയ്യുന്നു. ദുരുപദേശക്കാർ വഞ്ചനയോടെ നുഴഞ്ഞു കയറുന്നു. അത് കള്ളന്റെ ലക്ഷണമായി ആട്ടിൻപറ്റത്തിൻ്റെ കാര്യത്തിൽ കർത്താവ് പറഞ്ഞിട്ടുള്ളതാണ്. അവരുടെ അശുദ്ധ മാർഗങ്ങളും യൂദ കാണിച്ചു തരുന്നു. അവർ ബോധപൂർവം വിശ്വാസം ത്യജിച്ചു കളയുവാൻ വിശ്വാസികളെ പ്രേരിപ്പിക്കുക മാത്രമല്ല, പിന്നെയും സഭാംഗങ്ങൾ എന്ന വ്യാജേന പ്രമുഖ സ്ഥാനങ്ങൾ കൈയടക്കുവാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. അനേകർ വിശ്വാസം വിട്ടുപോകുവാൻ ഇത് കാരണമായതിനാൽ അതിവിശുദ്ധ വിശ്വാസത്തിനു വേണ്ടി പോരാടേണ്ട ആവശ്യകതയെപ്പറ്റി യൂദ ശക്തമായി ഉത്ബോധിപ്പിക്കുകയാണ്. 2 തീമോത്തിയോസ് 4-ാം അധ്യായം 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങളിൽ ജനങ്ങൾ സത്യോപദേശത്തിൽ നിലനിൽക്കാത്ത കാലം വരും എന്ന് വിശുദ്ധ പൗലോസ് മുന്നറിയിപ്പ് നൽകുന്നു. ജനങ്ങളെ സന്തോഷിപ്പിക്കുന്നതിന് വേണ്ടി മതനേതാക്കന്മാർ ദൈവത്തിൻ്റെ കാര്യത്തിൽ വിട്ടുവീഴ്ച ചെയ്യുവാൻ തയ്യാറാകുമെന്നാണ് അദ്ദേഹം സൂചിപ്പിച്ചത്. ഭൗതിക അനുഗ്രഹങ്ങളെക്കുറിച്ചുള്ള വചനങ്ങൾ മാത്രം ഉൾപ്പെടുത്തിയുള്ള സന്ദേശങ്ങളിലാണ് ജനങ്ങൾക്ക് താല്പര്യം. പാപത്തെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചുമുള്ള പ്രസംഗങ്ങൾ കേൾക്കുവാൻ ആർക്കും താല്പര്യമില്ല. യേശു സ്വർഗത്തേക്കാൾ കൂടുതൽ നരകത്തെക്കുറിച്ചാണ് സംസാരിച്ചത്. യേശുവിൻ്റെ ഉപദേശത്തിൻ്റെ നല്ല ശതമാനവും ദൈവത്തെ അനുസരിക്കാതിരിക്കുന്നതിനെക്കുറിച്ചുള്ള മുന്നറിയിപ്പുകളാണ്. തൻ്റെ പരസ്യ ശുശ്രൂഷ ആരംഭിച്ച സമയത്ത് അത്ഭുതങ്ങളിൽ ആകർഷകരായി അനേകർ യേശുവിനെ അനുഗമിച്ചു. യഹൂദന്മാർക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ട ദൈവരാജ്യം ആയിരുന്നു പ്രതിപാദ്യ വിഷയം. അതോടൊപ്പം 5 അപ്പം കൊണ്ട് 5000-ത്തെ പോഷിപ്പിച്ചതും ജനങ്ങൾ സന്തോഷത്തോടെ സ്വീകരിച്ചു. പക്ഷേ യഹൂദ നേതാക്കളുടെയും ജനങ്ങളുടെയും പാപത്തെയും കാപട്യത്തെയും ചൂണ്ടിക്കാട്ടി ശാസിക്കുവാൻ തുടങ്ങിയപ്പോൾ അവർ യേശുവിനെ വിട്ടുപോകുവാനും കൊല്ലുവാൻ ഗൂഢാലോചന നടത്തുവാനും തുടങ്ങി. പ്രത്യാശയുടെയും രക്ഷയുടെയും സന്ദേശത്തോടൊപ്പം പാപത്തിൻ്റെ ഫലമായുള്ള ശിക്ഷാവിധിയെക്കുറിച്ചുള്ള മുന്നറിയിപ്പും അടങ്ങുന്ന പ്രബോധനങ്ങൾ ആണ് ഇന്നിൻ്റെ ആവശ്യം. 1 തീമോത്തിയോസ് 4-ാം അധ്യായം 17-ാം വാക്യത്തിൽ വിശ്വാസത്തിൽ നിന്നും പിന്തിരിയുന്നവരെ പറ്റി വിശുദ്ധ പൗലോസ് മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ദൈവവിളി ഇല്ലാത്തവരെ സഭാ ശുശ്രൂഷയ്ക്ക് അയക്കുന്നത് പിശാചിൻ്റെ തന്ത്രമാണ്. അവർ പണ്ഡിതരും പ്രഗത്ഭരും മനഃശാസ്ത്രത്തിൽ പ്രാവീണ്യം നേടിയവരും ആകാം. നൈസർഗികമായ വ്യക്തിപ്രഭാവമുള്ളവരും മറ്റുള്ളവരെ ആകർഷിക്കുവാൻ കഴിവുള്ള വാഗ്മികളുമാകാം. പക്ഷേ മനുഷ്യഹൃദയങ്ങളെ വിശ്വാസത്തിൽ ഉറപ്പിക്കുവാൻ പരിശുദ്ധാത്മശക്തിയാൽ സന്ദേശം നൽകുവാൻ അവർക്ക് സാധിച്ചെന്ന് വരികയില്ല. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം 15-ാം വാക്യത്തിൽ ആടുകളുടെ വേഷത്തിൽ വരുന്ന വ്യാജ പ്രവാചകന്മാരെ സൂക്ഷിച്ചുകൊള്ളുവാൻ കർത്താവ് മുന്നറിയിപ്പ് നൽകുന്നു. ഉള്ളിൽ അവർ കടിച്ചു ചീന്തുന്ന ചെന്നായ്ക്കളാണെന്നാണ് കർത്താവ് അരുളി ചെയ്തത്. 2 കൊരിന്ത്യർ 11-ാം അധ്യായം 13 മുതൽ 15 വരെയുള്ള വാക്യങ്ങളിൽ ഇവരെ സാത്താൻ്റെ ഏജൻസായിട്ടാണ് പൗലോസ് വിശേഷിപ്പിച്ചിരിക്കുന്നത്. സാത്താൻ താനും വെളിച്ചദൂതൻ്റെ വേഷം ധരിക്കുന്നുവല്ലോ, ആകയാൽ അവൻ്റെ ശുശ്രൂഷക്കാർ നീതിയുടെ ശുശ്രൂഷക്കാരുടെ വേഷം ധരിച്ചാൽ അതിശയമല്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. പരീശന്മാരുടെയും സാധുക്യരുടെയും പുളിച്ചമാവ് സൂക്ഷിച്ചുകൊള്ളുവൻ എന്ന് കർത്താവ് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായം 6-ാം വാക്യത്തിൽ കൽപ്പിച്ചത് ഇവരെക്കുറിച്ചാണ്. നീതിമാനായ ദൈവം പാപത്തിനും അനുസരണക്കേടിനും മനുഷ്യരെ ശിക്ഷിക്കുമെന്നുള്ളതിന് തെളിവായി വിശുദ്ധ യൂദ 5 മുതൽ 7 വരെയുള്ള വാക്യങ്ങളിൽ പഴയ നിയമത്തിലെ ചില ഉദാഹരണങ്ങൾ ചൂണ്ടിക്കാട്ടുന്നു. 7-ാം വാക്യത്തിൽ സോദോമും ഗോമോറയും ആണ് ഉദാഹരണമായി കാണിച്ചിരിക്കുന്നത്. ദൈവം ഏറ്റവും വെറുക്കുന്ന ഹോമോസെക്ഷുവാലിറ്റി എന്ന നികൃഷ്ടമായ പാപത്തിന് അടിമപ്പെട്ട്
അവിടുത്തെ ജനങ്ങൾ അധപ്പതിക്കുകയാണ് ഉണ്ടായത്. കഠിന പാപത്തിന് 2 പട്ടണങ്ങളെയും ജനങ്ങളെയും ദൈവം നശിപ്പിച്ചു. ചില ദുരുപദേശക്കാർ ദൈവം ഈ പാപത്തിന് എതിരല്ല എന്നുവരെ വാദിക്കുന്നുണ്ട്. പട്ടണങ്ങളെ നശിപ്പിക്കുവാനുണ്ടായ കാരണം ജനങ്ങൾ ദൈവദൂതന്മാരെ ആക്രമിക്കുവാൻ ഒരുങ്ങിയതാണെന്നാണ് ഇവരുടെ വാദം. അപരിചിതരോട് ആതിഥ്യ മര്യാദ കാട്ടാതിരുന്ന പാപം മാത്രമാണ് അവർ ചെയ്തതെന്നാണ് ഇക്കൂട്ടരുടെ പക്ഷം. ഈ ചിന്താഗതി ഏറ്റവും ശക്തി പ്രാപിച്ചു വരുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ് സമീപകാല സംഭവങ്ങൾ. ഏകദേശം 20 രാജ്യങ്ങളിൽ സെയിം സെക്സ് മാരേജ് നിയമവിധേയം ആക്കി കഴിഞ്ഞു. ഈ പ്രവണത വർദ്ധിച്ചു വരുന്നു എന്നുള്ളത് ഒരു ദുഃഖ സത്യമാണ്. ദൈവനിന്ദയ്ക്ക് എതിരായി യൂദ ശക്തമായി സംസാരിക്കുന്നു. അതിനായി 11-ാം വാക്യത്തിൽ സൂചിപ്പിച്ചിരിക്കുന്ന കഥാപാത്രങ്ങൾ പഴയ നിയമത്തിലെ 3 തിന്മകളുടെ ആവിഷ്കാരമാണ്. ദൈവത്തിനെതിരായി നിൽക്കുകയും ദൈവകോപത്തിന് ഇരയായി നശിച്ചു പോവുകയും ചെയ്ത ഈ വ്യക്തികളെ അവതരിപ്പിക്കുന്നതിലൂടെ അവർക്ക് സംഭവിച്ച നാശം വരും തലമുറകൾക്ക് സംഭവിക്കരുതെന്ന ആത്മഭാരമാണ് യൂദ പ്രകടമാക്കുന്നത്. അവരുടെ വഴികളെ ഉപേക്ഷിക്കുവാനാണ് അദ്ദേഹം ആവശ്യപ്പെടുന്നത്. പിശാചിൻ്റെ വഴികളെ എതിർത്ത് തോൽപ്പിക്കുവാൻ ദൈവവചനത്തിന് സാധ്യമാണെന്ന് അദ്ദേഹം സ്ഥാപിക്കുന്നു. തിന്മയുടെ പ്രതീകങ്ങളായ 3 കഥാപാത്രങ്ങളോട് ദുരുപദേശക്കാരുടെ പാപത്തെ ബന്ധപ്പെടുത്തുകയാണ് യൂദ ചെയ്യുന്നത്. ഉപേക്ഷിക്കേണ്ട ആദ്യത്തെ വഴി കയീൻ്റെ രക്തത്തിൻ്റെ വഴി. ദൈവം ഹാബേലിലും അവൻ്റെ വഴിപാടിലും പ്രസാദിച്ചു, എന്നാൽ കയീനിലും അവൻ്റെ വഴിപാടിലും പ്രസാദിച്ചില്ല എന്നാണ് ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായം 4-5 വാക്യങ്ങളിൽ വായിക്കുന്നത്. കയീൻ ദൈവത്തിൽ വിശ്വസിക്കാതിരുന്നതിനാൽ ദൈവഹിതം അനുസരിച്ച് ദൈവത്തിന് പ്രസാദകരമായ യാഗം അർപ്പിക്കുവാൻ അവന് സാധിച്ചില്ല എന്ന് വേണം എബ്രായർ 11-ാം അധ്യായം 4-ാം വാക്യത്തിൽ നിന്നും മനസ്സിലാക്കേണ്ടത്. ഉൽപ്പത്തി 4-ാം അധ്യായം 6-7 വാക്യങ്ങളിൽ ഇപ്രകാരം വായിക്കുന്നു: അപ്പോൾ യഹോവ കയീനോട്, നീ കോപിക്കുന്നത് എന്തിന്? നിന്റെ മുഖം വാടുന്നതും എന്ത്? നീ നന്മ ചെയ്യുന്നുവെങ്കിൽ പ്രസാദം ഉണ്ടാകയില്ലയോ? നീ നന്മ ചെയ്യുന്നില്ലെങ്കിലോ പാപം വാതിൽക്കൽ കിടക്കുന്നു, അതിൻ്റെ ആഗ്രഹം നിങ്കലേക്ക് ആകുന്നു, നീയോ അതിനെ കീഴടക്കണം എന്ന് കൽപ്പിച്ചു. കയീൻ നന്മ ചെയ്യാതിരുന്നത് കൊണ്ടാണ് പ്രസാദിക്കാതിരുന്നതെന്ന് കർത്താവ് വളരെ വ്യക്തമായി അരുളി ചെയ്യുന്നു. അവന് പശ്ചാത്തപിക്കുവാനും നന്മ ചെയ്യുവാനുമുള്ള അവസരം കൊടുക്കുന്നതോടൊപ്പം നന്മ ചെയ്തില്ലെങ്കിൽ പാപം അവനെ കീഴടക്കും എന്നുള്ള മുന്നറിയിപ്പും നൽകുന്നു. പക്ഷേ ദൈവത്തെ അനുസരിക്കുവാൻ അവൻ കൂട്ടാക്കിയില്ല. സ്വന്തം സഹോദരന് ലഭിച്ച അനുഗ്രഹം അവനിൽ അസൂയയും വെറുപ്പും വിദ്വേഷവുമാണ് ഉളവാക്കിയത്. അതാണ് അവനെ ഭരിച്ചതും. ഇന്നും ഇതുതന്നെയാണ് മനുഷ്യ സ്വഭാവം. ഏറ്റവും അടുത്ത ബന്ധുക്കൾക്കോ അയൽക്കാർക്കോ നല്ലത് സംഭവിച്ചാൽ പലർക്കും അത് സഹിക്കാവുന്നതിൽ അപ്പുറമാണ്. പരിചയം ഇല്ലാത്തവർക്കാണെങ്കിൽ വിഷമമില്ല. സ്നേഹം അഭിനയിച്ച് വഞ്ചനയിൽ കൂടി സ്വന്തം സഹോദരനെ വയലിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി വധിക്കുകയാണ് കയീൻ ചെയ്തത്. ഇപ്രകാരം കരുതിക്കൂട്ടി കൊല ചെയ്യുവാൻ ഏറ്റവും ക്രൂരനും നികൃഷ്ടനുമായ ഒരു ക്രിമിനലിന് മാത്രമേ സാധിക്കുകയുള്ളൂ. സ്വന്തം മനസ്സിൻ്റെ അളവുകോൽ കൊണ്ട് ദൈവത്തെ അളക്കുവാൻ ശ്രമിച്ചവൻ തെറ്റുകൾ ആവർത്തിക്കുകയാണ് ചെയ്തത്. ദേശം വിട്ട് ശാപഗ്രസ്തനായി പോകണമെന്ന് അവനോട് ദൈവം കൽപ്പിച്ചു. നീ കൃഷി ചെയ്യുമ്പോൾ നിലം ഇനിമേൽ തൻ്റെ വീര്യം നിനക്ക് തരികയില്ല, നീ ഭൂമിയിൽ ഉഴലുന്നവനാകും എന്ന് ശാപവും ഏറ്റുവാങ്ങേണ്ടി വന്നു. ദൈവത്തിനെ വേദനിപ്പിക്കുന്ന മനുഷ്യൻ്റെ ശരികൾ എല്ലാം തെറ്റാണെന്നുള്ള ബോധ്യമാണ് ഉണ്ടാകേണ്ടത്. രണ്ടാമതായി ഉപേക്ഷിക്കേണ്ടത് ബിലെയാമിൻ്റെ വഞ്ചനയുടെ വഴി. ദൈവത്തിൽ നിന്നും അരുളപ്പാട് സ്വീകരിച്ച് ജനങ്ങളെ അറിയിക്കുകയും അവരെ ദൈവത്തിങ്കിലേക്ക് നയിക്കുകയും ചെയ്തിരുന്ന പ്രവാചകൻ ദ്രവ്യാഗ്രഹത്തിന് അടിമപ്പെട്ട് ഒരു രാജാവ് വച്ചു നീട്ടിയ കൈക്കൂലിയും സ്ഥാനമാനങ്ങളും മോഹിച്ച് വഞ്ചന ചെയ്യുന്നു. ബിലെയാമിൻ്റെ കഥ സംഖ്യാപുസ്തകം 22 മുതൽ 25 വരെയുള്ള അധ്യായങ്ങളിൽ വിവരിച്ചിരിക്കുന്നത് യൂദ ഇവിടെ ഉദ്ധരിക്കുകയാണ്. മോവാബ് രാജാവായ ബാലാഖ് സൈന്യബലത്താൽ ഇസ്രായേലിനെ തോൽപ്പിക്കുവാൻ തനിക്ക് സാധിക്കില്ലെന്ന് ബോധ്യപ്പെട്ടപ്പോൾ ദൂതന്മാരെ പ്രശ്നദക്ഷിണയുമായി അയച്ച് ബിലെയാമിനോട് ഇസ്രായേലിനെ ശപിക്കുവാൻ ആവശ്യപ്പെടുന്നു. രാജാവ് ബിലെയാമിനെ ബഹുമാനിക്കുമെന്നും ആവശ്യപ്പെടുന്നത് എന്തും നൽകുമെന്നുള്ള വാഗ്ദാനവും നൽകി പ്രലോഭിപ്പിച്ചു. പക്ഷേ യഹോവ ശക്തമായി ഇടപെട്ടതിനാൽ ബിലെയാമിന് രാജാവിൻ്റെ ആവശ്യം നിറവേറ്റുവാൻ സാധിച്ചില്ല. രാജാവ് പല വിധത്തിൽ ശ്രമിച്ചിട്ടും ബിലെയാമിന് ഇസ്രായേലിനെ ശപിക്കുവാൻ കഴിഞ്ഞില്ല. പകരം അവരെ അനുഗ്രഹിക്കേണ്ടി വന്നു. പക്ഷേ ദ്രവ്യാഗ്രഹവും ലോകത്തിൻ്റെ മോഹങ്ങളും സൃഷ്ടിച്ച പ്രലോഭനം അവനെ കീഴടക്കി. അവൻ ദൈവത്തിൽ നിന്നും ദൃഷ്ടി പിൻവലിച്ചു. കൊടും വഞ്ചനയുടെ മാർഗം അവൻ സ്വീകരിച്ചു.
സംഖ്യാപുസ്തകം 31 അധ്യായം 16 വാക്യത്തിൽ ഇതാണ് വായിക്കുന്നത്. പരസ്ത്രീ ഗമനത്തിനും അസാൻമാർഗിക പ്രവർത്തനത്തിനും ഇസ്രായേൽ പുരുഷന്മാരെ പ്രേരിപ്പിക്കുവാൻ മോവാബ്യ സ്ത്രീകൾക്ക് നിർദ്ദേശം കൊടുക്കുവാൻ ബാലാക്കിനെ ബിലെയാം ഉപദേശിച്ചു. അങ്ങനെ ഇസ്രായേൽ വഷളത്വത്തിലേക്ക് നീങ്ങുകയും അവരുടെ മേൽ ദൈവശിക്ഷയ്ക്ക് അത് കാരണമാവുകയും ചെയ്തു. പ്രവാചകന്മാരുടെ കൂട്ടത്തിൽ എണ്ണപ്പെടേണ്ടവനായ ബിലെയാം കഠിനമായ ദൈവകോപത്തിന് ഇരയായി. ഇസ്രായേൽ മക്കൾ കൊന്നവരുടെ കൂട്ടത്തിൽ ബെയോരിന്റെ മകനായ ബിലെയാം എന്ന പ്രശ്നക്കാരനെയും വാൾ കൊണ്ട് കൊന്നു എന്ന് യോശുവയുടെ പുസ്തകം 13 അധ്യായം 22 വാക്യത്തിൽ വായിക്കുന്നു. ആത്മീയ ശുശ്രൂഷകൾ ചെയ്യുന്നവർ ബിലെയാമിനെ പോലെ സ്വയം നശിക്കുന്ന കാഴ്ച അപൂർവമല്ല. അതുകൊണ്ടാണ് എഫേസ്യർ 6 അധ്യായം 11 വാക്യത്തിൽ വിശുദ്ധ പൗലോസ് ആവശ്യപ്പെടുന്നത്, പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽക്കുവാൻ കഴിയേണ്ടതിന് ദൈവത്തിന്റെ സർവായുധവർഗം ധരിച്ചുകൊള്ളുവീൻ. 12 മുതൽ 16 വരെയുള്ള വാക്യങ്ങളിൽ അദ്ദേഹം അത് വിശദീകരിക്കുന്നുണ്ട്. വിശുദ്ധ പത്രോസ് തന്റെ 1 ലേഖനം 5 അധ്യായം 7, 8 വാക്യങ്ങളിൽ നിർദ്ദേശിക്കുന്നു, നിങ്ങൾ സമചിത്തതയോടെ ഉണർന്നിരിപ്പീൻ. നിങ്ങളുടെ ശത്രുവായ പിശാച് അലറുന്ന സിംഹം പോലെ ആരെ വിഴുങ്ങണം എന്ന് അന്വേഷിച്ചുകൊണ്ട് ചുറ്റി നടക്കുന്നു. സംഖ്യാപുസ്തകം 16 അധ്യായത്തിൽ വിവരിക്കുന്ന കോരഹിന്റെ മത്സരത്തിന്റെ വഴിയാണ് ഉപേക്ഷിക്കേണ്ട 3ാമത്തെ വഴി. കോരഹിന്റെ നേതൃത്വത്തിൽ ദാഥാൻ, അബീരാം, ഓൻ എന്നിവരും നേതാക്കളും പ്രസിദ്ധരുമായ 250 പേരും മോശയ്ക്കും അഹരോനും എതിരായി വിപ്ലവമുണ്ടാക്കി. മോശയും പുരോഹിതരും തങ്ങൾക്ക് ആവശ്യമില്ലെന്ന് തെറ്റായ സന്ദേശം ജനങ്ങൾക്ക് നൽകുക വഴി ദൈവകൽപ്പനയെ അവർ നിഷേധിക്കുകയാണ് ഉണ്ടായത്. തങ്ങൾക്കൊരു മധ്യസ്ഥന്റെ ആവശ്യമില്ലെന്നും സ്വയമായി ഭരിക്കുവാൻ കഴിയുമെന്നും കോരഹ് ജനങ്ങളോട് പറഞ്ഞു. ദൈവം നേരിട്ട് തന്നെ കോരഹിനെ ശിക്ഷിച്ചു. ഭൂമി വാപിളർന്ന് കോരഹിനെയും അനുചരന്മാരെയും അവരുടെ കുടുംബാംഗങ്ങളോടും വസ്തുക്കളോടും കൂടെ വിഴുങ്ങിക്കളഞ്ഞു. അഗ്നി ഇറങ്ങി 250 പേരെയും ദഹിപ്പിച്ചു കളഞ്ഞു. മോശയ്ക്കും അഹ്റോനുമെതിരായി വീണ്ടും പിറുപിറുത്തതിൽ കോപിഷ്ഠനായ യഹോവ മഹാമാരി അയച്ചു. 14,700 പേർ മഹാമാരിയിൽ മരണമടഞ്ഞു. ദുരുപദേശക്കാർക്ക് എതിരായി ശക്തമായി സംസാരിച്ച യൂദ ദൈവത്തിന്റെ അഭിഷിക്തന്മാരെ എതിർക്കുന്നവർക്ക് കോരഹിന്റെ ഉദാഹരണത്തിലൂടെ മുന്നറിയിപ്പ് നൽകുകയാണ് ചെയ്യുന്നത്. 105 സങ്കീർത്തനം 15 വാക്യത്തിൽ ദൈവം കൽപ്പിക്കുന്നു, എൻ്റെ അഭിഷിക്തനെ തൊട്ടുപോകരുത്, എൻ്റെ പ്രവാചകന്മാർക്ക് ഒരു ഉപദ്രവവും ചെയ്യരുത്. ഉൽപ്പത്തി 20 അധ്യായം 7 വാക്യത്തിൽ കർത്താവ് അരുളി ചെയ്യുന്നു, ഇപ്പോൾ ആ പുരുഷന് അവൻ്റെ ഭാര്യയെ മടക്കിക്കൊടുക്കുക, അവൻ ഒരു പ്രവാചകൻ ആകുന്നു. നീ ജീവനോടെ ഇരിക്കേണ്ടതിന് അവൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. അവളെ മടക്കിക്കൊടുക്കാതിരുന്നാൽ നീയും നിനക്കുള്ളവരൊക്കെയും മരിക്കേണ്ടി വരും. 2 സങ്കീർത്തനം 2 മുതൽ 4 വരെയുള്ള വചനങ്ങളിൽ വായിക്കുന്നു, കർത്താവിനും അവിടുത്തെ അഭിഷിക്തനും എതിരെ ഭൂമിയിലെ രാജാക്കന്മാർ അണിനിരക്കുന്നു, ഭരണാധിപന്മാർ കൂടിയാലോചിക്കുന്നു. അവർ വച്ച വിലങ്ങുകൾ തകർക്കാം, അവരുടെ ചങ്ങല പൊട്ടിച്ച് മോചനം നേടാം. സ്വർഗത്തിലിരിക്കുന്നവൻ അത് കേട്ട് ചിരിക്കുന്നു, കർത്താവ് അവരെ പരിഹസിക്കുന്നു. കാരുണ്യവാനും നിത്യനുമായ സ്വർഗീയ പിതാവിന് സ്തുതി.